2017 ഞാൻ ബൈക്ക് എടുത്തതിന് ശേഷം ഒരാഴ്ച നീണ്ടു നിന്ന യാത്രയാണ് ഇന്നത്തെ വീഡിയോ. തലേന്ന് വൈകുന്നേരമാണ് ഞാൻ കണ്ണൂർ യാത്ര തുടങ്ങുന്നത്. ഏതാണ്ട് 2 മണി സമയമായപ്പോഴേക്കും ഞാൻ തൊടുപുഴ എത്തി. അവിടെ ഒരു പള്ളിയിലാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. പിറ്റേന്ന് രാവിലെയാണ് അറിയുന്നത് അന്ന് കേരളം മൊത്തം ഹർത്താലാണ് കാര്യം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ യാത്ര തുടർന്നു. ആദ്യം നിർത്തിയത് ഈ കാണുന്ന മലങ്കര ഡാമിലാണ്. തൊടുപുഴയുള്ള സമയത്ത് ഞാൻ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനൊക്കെ വരാറുള്ള ഒരു വൈബുള്ള സ്പോട്ടാണിത്. ഈ ഒരു സ്പോട്ട് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് ചെറുതോണിക്കാണ്. ഇടുക്കി ഫോറസ്റ്റ് റൂട്ടിലൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായ പൈനാവിനടുത്തുള്ള മൈക്രോവേവ് വ്യൂ പോയിന്റ് ആണ് പിന്നെ എത്തിയത്. പേരിന് പിന്നിലുള്ള കഥ ആദ്യം പറയാം. ഈ കാണുന്ന ടവറാണ് ഇതിനുള്ള ഉത്തരം. 1980കളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ടവറാണ് ഇത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അന്ന് ഉണ്ടായിരുന്നത് ഈ ടവർ അല്ലെന്ന് മാത്രം. അന്നുണ്ടായിരുന്നത് സാറ്റലൈറ്റ് സിഗ്നൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്നാണ് കേട്ടുകേൾവി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് വ്യൂ ഉള്ള ഒരു സ്പോട്ടാണ് ഇവിടെ വരുന്ന വഴിയിൽ തന്നെയാണ് കേന്ദ്രീയ വിദ്യാലയം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, ജില്ലാ പഞ്ചായത്ത് കെട്ടിടം ഒക്കെ ഉള്ളത്. പിന്നെ ഇടുക്കി ഡാമിൻ്റെ കിടിലൻ ഒരു വ്യൂ ഇവിടെ നിന്നും കിട്ടും. ചെറിയ രീതിയിലുള്ള ട്രെക്കിങ്ങും റോക്ക് ക്ലൈമ്പിങ്ങും ഒക്കെ പറ്റിയൊരു സ്പോട്ടും കൂടിയാണിത്. വിശാലമായ പുൽമൈതാനം, പാമ്പിന്റെ ശല്യം അത്യാവശ്യമുള്ള ഒരു സ്പോട്ടും കൂടിയാണിത്. നല്ല കാറ്റുമുണ്ട്. ഞാനിവിടെ പോകുന്നത് 2017ലാണ്. പക്ഷേ ഇന്ന് ഇവിടം എന്നേക്കുമായി പ്രവേശനം കേരള വനംവകുപ്പ് നിരോധിച്ചിരിക്കുകയാണ്. കാട്ടാനയും പുലിയും ഉൾപ്പെടെ കാണപ്പെടുന്ന വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ ഒരു ഓഫ് റോഡ് ഡെസ്റ്റിനേഷൻ കൂടി ആയതും ഒരു കാരണമാകാം. ഞാൻ പോകുന്നതിന് ഏതാനും ദിവസങ്ങൾ മുന്നേ ടവറിൻ്റെ താഴെ പുലിയുടെ കാലടയാളം കാണപ്പെട്ടിരുന്നു. ഏതായാലും എൻ്റെ സുഹൃത്ത് കിരണാണ് എനിക്ക് ഈ ഒരു ലൊക്കേഷൻ കാണിച്ചു തരുന്നത്.
നിങ്ങളോട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ യാത്ര വീണ്ടും തുടർന്നു. അടുത്ത വീഡിയോയിൽ വയനാട് നിന്നുള്ള കാഴ്ചകളാണ്.